ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. നമ്മൾ കോട്ടയത്ത് ഒരു ആവശ്യത്തിന് പോയി തിരിച്ചു വന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്. നമുക്ക് കോട്ടയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഫുഡ്, അതായത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കിട്ടുന്നത് ഹാങ് ഔട്ടിൽ വരുമ്പോഴാണ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് ട്രൈ ചെയ്യാത്ത കടകളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കിങ്സ് പാർക്ക് എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു. മലബാർ ഐറ്റംസ് ഒക്കെ കിട്ടുന്നതായിരുന്നു. അപ്പോൾ വന്ന പാടെ കട്ട്ലേറ്റ്, പിന്നെ ആ ഒരു മുട്ട, കിളിക്കൂട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടെ ഞങ്ങൾ കട്ട്ലേറ്റും കിളിക്കൂടും ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അവിടെ നിന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മുട്ടയൊക്കെ ഫില്ലിങ് വെച്ചൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നു. പാട്ട് അവിടെ ഇങ്ങനെ ഫുൾ ടൈം ഓൺ ആയിരുന്നുകൊണ്ട് പാത്തു വന്നപ്പോൾ തുടങ്ങിയ ഡാൻസാണ്. അതായത് പാത്തുവിനെ ഇങ്ങനെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എവിടെ ഇതൊന്നുമില്ല, അവിടെ നിന്ന് ഡാൻസ് കളിക്കും. മീൻസ് അടിച്ചുപൊളി പാട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുറച്ച് തുള്ളുന്ന ടൈപ്പ് പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡാൻസ് കളിക്കും. എന്നോടും കളിക്കാൻ പറയും, ഞാനും പിന്നെ കളിക്കണം. കൂടെ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അവൾ ഇവിടെ നിന്ന് ഭയങ്കര ഡാൻസ് കളിയായിരിക്കും. അങ്ങനെ കുറച്ച് നേരം അവളുടെ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ കണ്ട് നിന്നു. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെയൊക്കെ ഫുൾ കറങ്ങി നടന്ന കാരണം ഇന്ന് കുറച്ച് നേരം അവിടെ അടങ്ങിയിരുന്ന എല്ലാം കാണുമായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ടെക്സ്മെക്സിലാണ്, അതാണ് ആ നേരത്തെ കണ്ടത്. പാത്തു ആണെങ്കിൽ ആ ഓടുന്ന വഴിക്ക് ഒന്ന് വീണായിരുന്നു. ആ വീഴ്ച അത്രയ്ക്ക് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ. വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ നേരെ ഓടി ആൾ എൻ്റെ അടുത്തേക്ക് വന്നാനേ കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് നേരം അവളുമായിട്ട് അവിടെ നിന്നു. അപ്പോഴത്തേക്കിനും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് ഓർഡർ ചെയ്തത് ചോലെ ഭട്ടൂര ഉണ്ടല്ലോ, അതാണ്. കുറച്ച് നാളായി അത് കഴിച്ചിട്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്തു. എനിക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു സാലഡ് ഉണ്ടല്ലോ, അത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഏകദേശം ഒരു 3 ഭട്ടൂര ഉണ്ടായിരുന്നു. അതായത് ഇക്കാക്കും കൂടെ ചേർത്തിട്ടാണ് ഓർഡർ ചെയ്തത്. 2-3 സാധനങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമ്പം ആ ഒരു സാധനം തന്നെ എല്ലാവർക്കും തിന്നേണ്ട ആ ഒരു ഇത് വരത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ഭട്ടൂരയിൽ നിന്ന് എടുത്ത് ആ സാലഡും പിന്നെ ആ ഒരു ചോളയും കൂടെ കൂട്ടി കഴിച്ചു. ആ ഒരു കോമ്പിനേഷനാണ് എനിക്കിഷ്ടം. ആ ഒരു സാലഡും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നല്ല ആ ഒരു ബട്ടറിൻ്റെയും ആ ഒരു ഗീയുടെയൊക്കെ ടേസ്റ്റ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ സാലഡ് ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ആ ഒരു മിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ചെറിയ പുളിയും ഒരു ചെറിയ മധുരവും ഒക്കെ ആയിട്ടൊരു ഇത്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തായിരുന്നു. ചിക്കൻ ഫ്രൈയും നല്ല എന്താ പറയുക, പുറമേ ക്രിസ്പി ആയിട്ടും ഒക്കെ ഉള്ളൊരു. എനിക്കാണെങ്കിൽ ഈ വറുത്ത ഐറ്റംസ് കുറച്ച് കൂടുതൽ മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ മീൻ വറുത്തയാണെങ്കിലും ഇതേപോലുള്ള ഐറ്റംസ് കുറച്ച് മൂത്ത് കിട്ടുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ പോലെയൊക്കെ മതിയല്ലോ. എനിക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. പിന്നെ അതിക്ക് പുറമെ നമ്മൾ ഓർഡർ ചെയ്തത് ഇതാണ്. ഇത് നെയ്പത്തിരി എന്നല്ലേ അതിന്? അതെ, നെയ്പത്തിരിയാണെന്ന് തോന്നുന്നു, അപ്പോൾ ഓർക്കുന്നില്ല. ആ ഒരു സാധനം ഓർഡർ ചെയ്തായിരുന്നു. അത് ഈ പറഞ്ഞോണം അതിൻ്റെ അകത്ത് ചെറിയ ചങ്ക്സ് പീസൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്. ആ ഒരു ബീഫ് കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയാണ് കഴിച്ചത്. ബീഫ് കറി വന്നിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റപ്പ് ബീഫ് കറി ആയിരുന്നു. ഞാനും ഉമ്മയും ഇക്കാക്കയും മോളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്ന് അവിടെ നിന്ന് ആ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കാറിൽ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വന്നു. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള കാരണം പിന്നെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്ന വീഡിയോ ആണ്. അതാണ് ഇപ്പം പെട്ടെന്ന് അങ്ങ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.